സിദ്ധാർത്ഥിൻ്റെ കണ്ണുകൾ അനഘയിൽ തറഞ്ഞു നിന്നു. അവളുടെ ഓരോ ചലനവും, മെറൂൺ പട്ടുടുപ്പിൻ്റെ ആടി ഉലയുന്ന ഓരോ ഒഴിയും അവൻ്റെ ഹൃദയത്തിൽ പുതിയൊരു താളം തീർത്തു. പതിവില്ലാത്തൊരു പ്രണയത്തിൻ്റെ തിളക്കം അവൻ്റെ കണ്ണുകളിൽ ആ നിമിഷം വിരിഞ്ഞു. അവൻ അറിയാതെ തന്നെ അവളുടെ നൃത്തത്തിൻ്റെ വേഗതയ്ക്കൊപ്പം അവൻ്റെ ഹൃദയമിടിപ്പും കൂടി. ശരിക്കും ഒരു ആരാധകനെ പോലെ പ്രണയാതുരമായ നോട്ടത്തോടെ അവൻ അവളെ തന്നെ നോക്കിക്കൊണ്ടേയിരുന്നു. എന്നാൽ അനഘ അവൾ ഇതൊന്നും അറിയാത്ത ഭാവത്തിൽ സ്റ്റേജിലെ പ്രകാശവലയത്തിനുള്ളിൽ നിൽക്കുമ്പോഴും അവളുടെ നോട്ടം ഒരിക്കൽ പോലും സിദ്ധാർത്ഥിൻ്റെ നേർക്ക് നീണ്ടില്ല. അവൻ്റെ സാന്നിധ്യം അവിടെയുണ്ടെന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. ഓരോ വട്ടവും അവനു നേരെ നോക്കാൻ മനസ്സ് വെമ്പുമ്പോഴും അവൾ മനഃപൂർവ്വം തൻ്റെ ദൃഷ്ടികൾ മാറ്റിക്കളഞ്ഞു. സ്റ്റേജിലെ വെളിച്ചം അണഞ്ഞു. കയ്യടികൾക്കിടയിലൂടെ അവൾ വേഷം മാറി കൂട്ടുകാരികൾക്കിടയിലേക്ക് നടന്നു ചെന്നു. വർത്തമാനങ്ങൾക്കിടയിൽ എപ്പോഴോ കാറ്റിൽ അവളുടെ ധാവണി അല്പം പഴുതി മാറി. ആ കാഴ്ച കൊണ്ടിരുന്നപ്പോൾ സിദ്ധാർത്ഥിൻ്റെ ഉള്ളിൽ ദേഷ്യം അണ പൊട്ടിയൊഴുകി. പ്രണയത്തേക്കാൾ വലിയൊരു അധികാരഭാവം അവനിൽ തന്നെ നിറഞ്ഞു നിന്നു. ആരും ശ്രദ്ധിക്കാത്ത നേരത്ത് അവൻ അവളുടെ കൈത്തണ്ടയിൽ മുറുകെ പിടിച്ചു. ഒന്നും മിണ്ടാൻ സമ്മതിക്കാതെ വിജനമായ ഒരു ക്ലാസ് മുറിയിലേക്ക് അവളെ വലിച്ചെന്നോണം കൊണ്ടുപോയി. എന്തിനടി നീ ഇത് നാട്ടുകാരെ കാണിക്കാനാണോ ഇങ്ങനെ നടക്കുന്നത്? അവളുടെ അരക്കെട്ടിലെ വെളിപ്പെട്ട ഭാഗത്തേക്ക് വിരൽ ചൂണ്ടി കത്തുന്ന കണ്ണുകളോടെ അവൻ ചോദിച്ചു. അപ്പോഴാണ് അവളും തൻ്റെ തെന്നിമാറിയ ധാവണയെ ശ്രദ്ധിക്കുന്നത്. നിന്റെ ഈ ഭംഗി ഞാൻ മാത്രം കാണേണ്ടതാണ്, അത് മനസ്സിലായോ നിനക്ക്? അനക്കൊന്ന് പകച്ചുപോയി അവൻ്റെ ആ വാക്കുകളിൽ. തൻ്റെ സാറിൽ നിന്ന് ഇങ്ങനെയൊരു പെരുമാറ്റം അവൾ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. തപ്പിത്തടഞ്ഞ് അവൾ ചോദിച്ചു. സാറിന് എന്തിനാ ഇത്ര ദേഷ്യം? സാർ ഇത് ശരിയാക്കി കൊടുക്കാൻ പറയുന്നതിന് പകരം എന്നെ എന്തിനാ ഇങ്ങനെ വഴക്ക് പറയുന്നത്? മര്യാദക്ക് ആ ഷാൾ പുതച്ചോ, അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ ചെയ്തു തരാം. നിയന്ത്രണം വിട്ടവനെ പോലെ സിദ്ധാർത്ഥ് അവളുടെ ഷാൾ എടുത്ത് തോളിലൂടെ ചുറ്റാൻ തുനിഞ്ഞു. പക്ഷേ ഇത്തവണ അനഘ അവനെ ശക്തമായി തള്ളി മാറ്റി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. നിൽക്ക്, സാർ എൻ്റെ ആരാ? എൻ്റെ അച്ഛനാണോ അതോ സഹോദരനോ? ഒന്നുമല്ലല്ലോ. സാറിൻ്റെ കല്യാണം എൻ്റെ കൂട്ടുകാരിയുമായി നിശ്ചയിച്ചു കഴിഞ്ഞതിൽ പിന്നെന്തിനാ എൻ്റെ പിന്നാലെ നിങ്ങൾ വരുന്നത്? സിദ്ധാർത്ഥ് ഒന്ന് സ്തംഭിച്ചു നിന്നു. പിന്നെ അവളുടെ തോളുകളിൽ അമർത്തിപ്പിടിച്ചു സ്വരം താഴ്ത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. ആരടി പറഞ്ഞത് ഞാൻ അവളെ കല്യാണം കഴിക്കുമെന്ന്? ഞാൻ ശ്വേതയെ അന്ന് തന്നെ പിന്മാറാൻ പറഞ്ഞതാണ്. അവളത് സമ്മതിച്ചതുമാണ്. പക്ഷേ ഇപ്പോൾ അവൾ എന്തൊക്കെയോ കള്ളം പറഞ്ഞ് പരത്തുന്നതാണ്. ഞാൻ നിന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ അനഘ, എനിക്കൊന്നും കേൾക്കേണ്ട. അവൾ വിതുമ്പിക്കൊണ്ട് ആ മുറിയിൽ നിന്നും പുറത്തേക്കൂടി. തകർന്നു നിൽക്കുന്ന സിദ്ധാർത്ഥിന് മുന്നിലേക്കാണ് അഭിരാം സാർ കടന്നു വന്നത്. ക്യാമ്പസിലെ പ്രിയങ്കരനായ അദ്ദേഹം അനഘയെ അഭിനന്ദിക്കുന്ന സിദ്ധാർത്ഥ് ദൂരെ നിന്ന് നോക്കി നിന്നു. താൻ എത്ര നേരം പ്രണയത്തോടെ നോക്കി നിന്നിട്ടും ഒന്ന് തിരിഞ്ഞു നോക്കാത്ത അനഘ അഭിരാം സാറിനോട് അത്രത്തോടെ സന്തോഷത്തോടെ സംസാരിക്കുന്നു. തൻ്റെ വാക്കുകൾ അവൾക്കൊരു വിലയുമില്ലേ. കണ്ടപ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു അസൂയ കനലുകൾ വിരിഞ്ഞു. നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ഒരു ദിവസം വന്ന് പറയും അനഘ, അതുവരെ ഞാൻ കാത്തിരിക്കും. സിദ്ധാർത്ഥ് അവൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. പക്ഷേ അവൾ പറഞ്ഞ ആ വാക്കുകൾ അവൻ്റെ കാതുകളിൽ ഇപ്പോഴും കേട്ടിരുന്നു. അഭിരാം സാറിനോട് ചിരിച്ചു സംസാരിക്കുന്ന അനഘയെ നോക്കി നിൽക്കുമ്പോൾ സിദ്ധാർത്ഥിൻ്റെ കൈ മുഷ്ടി ചുരുട്ടി ദേഷ്യം കൊണ്ട് ധരിക്കുന്നുണ്ടായിരുന്നു. ശ്വേതയുമായുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞു വന്ന പച്ചക്കള്ളം അനഘ വിശ്വസിച്ചിരിക്കുന്നു. അത് തിരുത്താൻ താൻ ചെന്നപ്പോഴാകട്ടെ അവൾ തന്നെ ഒരു അപരിചിതനെ പോലെ തള്ളിപ്പറയുകയും ചെയ്തു. അവഗണന, അതായിരുന്നു അവൾ എനിക്കായി കരുതി വെച്ച ഏറ്റവും വലിയ ശിക്ഷ. അവൻ സ്വയം പെറുപെറുത്തു. പിറ്റേന്ന് കോളേജ് ലൈബ്രറിയുടെ വരാന്തയിൽ വെച്ച് അവൻ അവളെ വീണ്ടും കണ്ടു. തന്നെ കണ്ടതും വഴിമാറി നടക്കാൻ ശ്രമിച്ച അനഘയുടെ മുന്നിൽ ഒരു മതിൽ പോലെ അവൻ തടസ്സം വന്നു നിന്നു. മാറണം സർ, എനിക്ക് ക്ലാസ്സിൽ പോകാനുണ്ട്. തല ഉയർത്താതെ തന്നെ അവൾ പറഞ്ഞു. ആ ശബ്ദത്തിൽ വിറയൽ അവളിലെ ഭയമത്തെയല്ല, മറിച്ച് അവനോടുള്ള അടങ്ങാത്ത പരിഭവത്തെയാണ് സൂചിപ്പിച്ചത്. നീ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ അനഘ. ശ്വേത പറയുന്നത് വെറും കള്ളമാണ്. ഞാനും അവളും തമ്മിൽ. അവൻ പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് തന്നെ അനഘ അവനെ തടഞ്ഞു. സാർ, ആരോടാണ് പ്രണയമെന്നും ആരെയാണ് വിവാഹം കഴിക്കുന്നതെന്നും അറിയാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ മറ്റൊരാളുടെ അവകാശമായി നിങ്ങളെ നോക്കാൻ പോലും എനിക്ക് അറപ്പാണ്. പ്ലീസ് എന്നെ എൻ്റെ വഴിക്ക് വിടൂ. അവളുടെ ആ അറപ്പ് എന്ന വാക്ക് സിദ്ധാർത്ഥിൻ്റെ നെഞ്ചിൽ തറച്ചു കയറി. സങ്കടം പെട്ടെന്ന് തന്നെ കത്തുന്ന വാശിയായി മാറി. അവൻ അവളുടെ അടുത്തേക്ക് ഒരു ചുവടുകൂടി അടുത്തു. അറപ്പാണല്ലേ? ശരി, നീ എന്നെ എത്രത്തോളം വെറുക്കുന്നുവോ അത്രത്തോളം തീവ്രമായി ഞാൻ നിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് വലിച്ചെടുപ്പിക്കും. ഇത് സിദ്ധാർത്ഥിൻ്റെ വാശിയാണ്. ശ്വേതയുടെ കള്ളങ്ങൾ പൊളിയുന്ന അന്ന്
നീ ഓടിപ്പോയ പാദങ്ങളുമായി എൻ്റെ അടുത്തേക്ക് തന്നെ വരും. അന്ന് ഈ സിദ്ധാർത്ഥ് നിനക്ക് ആരാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അവൻ്റെ കത്തുന്ന നോട്ടം നേരിടാനാവാതെ അനഘ വിറച്ചുപോയി. ആ കണ്ണുകളിൽ പ്രണയത്തേക്കാൾ വലിയൊരു നിശ്ചയദാർഢ്യം അവൾ കണ്ടു. ഒന്നും മിണ്ടാതെ അവൾ അവിടെ നിന്ന് ഓടി മറിഞ്ഞു. ദൂരെ നിന്ന് ഇതെല്ലാം നോക്കി നിൽക്കുന്ന ശ്വേതയുടെ മുഖത്ത് ഒരു വക്രബുദ്ധിയുടെ ചിരി വിരിഞ്ഞു. തൻ്റെ വലയിൽ അനഘ വീണു കഴിഞ്ഞു എന്നവൾക്ക് ഉറപ്പിച്ചു. പക്ഷേ സിദ്ധാർത്ഥിൻ്റെ ഉള്ളിൽ പുകയുന്ന ആ വാശി തൻ്റെ എല്ലാ കണക്കുകളെയും തെറ്റിക്കുമെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. സിദ്ധാർത്ഥ് വീട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ച അവനെ ഞെട്ടിച്ചു കളഞ്ഞു. ശ്വേതയും അവളുടെ മാതാപിതാക്കളും അവിടെയുണ്ട്. തൻ്റെ അച്ഛനോടും അമ്മയോടും വളരെ കാര്യമായി സംസാരിക്കുകയാണവർ. സിദ്ധാർത്ഥിനെ കണ്ടതും ശ്വേതയുടെ മുഖത്ത് ആ വിജയച്ചിരി വിരിഞ്ഞു. സിദ്ധു, നീ വന്നോ? ഞങ്ങൾ നിന്നെ കാത്തിരിക്കുകയായിരുന്നു, സിദ്ധാർത്ഥിൻ്റെ അമ്മ സന്തോഷത്തോടെ പറഞ്ഞു. വിവാഹത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനാണ് അവർ വന്നത്. അടുത്ത മാസം തന്നെ നിശ്ചയം നടത്താമെന്നാണ് ശ്വേതയുടെ അച്ഛനും പറയുന്നത്.